എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്, ഗുജറാത്ത്, മണിപ്പൂർ, പശ്ചിമ ബംഗാൾ. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഇത് 23.5 ഡിഗ്രി വടക്കൻ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഉത്തരായന രേഖയുടെ തെക്ക് ഭാഗം ഉഷ്ണമേഖലയിലും വടക്ക് ഭാഗം ഉപോഷ്ണമേഖലയിലും ഉൾപ്പെടുന്നു. അതിനാൽ ഇന്ത്യ ഉഷ്ണമേഖലയിലും ഉപോഷ്ണമേഖലയിലും വ്യാപിച്ചു കിടക്കുന്ന രാജ്യമാണ്. ഉത്തരായന രേഖ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു. അവ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം എന്നിങ്ങനെയാണ്. ഉത്തരായന രേഖ 2 തവണ മുറിച്ചു കടക്കുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് മാഹി നദി. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ത്രിപുരയിലെ ഉദയ്പൂർ ആണ്. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ത്രിപുരയിലെ ഉദയ്പൂർ ആണ്. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം അഹമ്മദാബാദ് ആണ്. ഭൂമധ്യ രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാന തലസ്ഥാനവും മെട്രോപൊളിറ്റൻ നഗരവും തിരുവനന്തപുരം ആണ്. അതേപോലെ ഭൂമധ്യ രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ മെഗാ നഗരം ബംഗളൂരു ആണ്. ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണെന്നാണ്. ഇതിൻ്റെ ആൻസർ നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് ഓടക്കുഴൽ പുരസ്കാരം? മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയമായ പുരസ്കാരങ്ങളിലൊന്നാണ് ഓടക്കുഴൽ പുരസ്കാരം. ജ്ഞാനപീഠ ജേതാവായ മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഈ പുരസ്കാരം ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് നൽകുന്നത്. മലയാള ഭാഷയിലെ മികച്ച സാഹിത്യ കൃതിക്കാണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. 1969 ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായി നൽകിയത്. പെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് ആദ്യ ജേതാവ്. നിലവിൽ ഈ പുരസ്കാരത്തിൽ 30,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും എന്നിവയാണ് ഉൾപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സമീപകാല ഓടക്കുഴൽ ജേതാക്കളെ കുറിച്ചാണ്. 2022 അംബിക സൂദൻ മങ്ങാടും 2023 PN ഗോപികൃഷ്ണനും 2024 K അരവിന്ദാക്ഷനും 2025 EP രാജഗോപാലനും ആയിരുന്നു. ഇവരൊക്കെയാണ് 2022 മുതൽ 2025 വരെയുള്ള ഓടക്കുഴൽ ജേതാക്കൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഈ 2 ക്വസ്റ്റ്യനുള്ള ആൻസറും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ PSC പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക.